തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇത് തടഞ്ഞത്. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. സിമേനമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഈ മാസം 18 മുതലാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്നുള്ള നിളയോരത്ത് മാഘമക മഹോത്സവം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. ഇതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയായിരുന്നു. മണൽത്തിട്ടയിലേക്ക് താൽക്കാലിക പാലം തീർത്തു. മണൽത്തിട്ടയിലെ കാട് വെട്ടിത്തെളിച്ച് അവിടെ താൽക്കാലിക നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനിടെയാണ് വില്ലേജ് ഓഫീസർ ഇപ്പോൾ ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അനുവാദം വാങ്ങാതെയാണ് ഈ പ്രവർത്തികൾ നടത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇത് തടഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഒരു ഒരുക്കങ്ങളെ കാര്യമായി ബാധിക്കുമെന്ന് സംഘാടകർ പറയുന്നു. കാരണം കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുമായൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 70% പൂർത്തിയാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് സംഘാടകർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് ഈ മാഘമഹോത്സവവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ നിലയിലേക്ക് ഇറങ്ങാതെ ഭാരതപ്പുഴയോട് ചേർന്ന് ക്ഷേത്രത്തോട് ചേർന്നുള്ള മേഖലകളിൽ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ ഇതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ആളുകൾ വരുന്നത് വലിയ തോതിൽ ഉണ്ടാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മണലോരത്ത് പുഴയോരത്ത് ഇത്രയും വലിയ ഒരുക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുവാൻ ഈ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പരിസരത്ത് സാധിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ എന്തിനെ ഇത്തരത്തിൽ ഒരു നടപടി എടുത്തു എന്ന ചോദ്യമാണ് സംഘാടകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. മറ്റാരുടെയെങ്കിലും പരാതി ഇതിന് പിന്നിലുണ്ടോ എന്നും അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഈ സർക്കാരിന്റെ നടപടി, ഈ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ നടപടി ഈ നടത്തിപ്പിന് തടസ്സമാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മണൽ പരപ്പിലാകില്ല, പുഴയുടെ തീരത്തായിരിക്കും മഹോത്സവം നടക്കുക എന്നാണ് സംഘാടകർ ഏറ്റവും അവസാനമായി വ്യക്തമാക്കിയിരിക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുമ്പോൾ ഇറാൻ നേതൃത്വത്തിനെതിരെ ഒരുമിക്കുകയാണ് വിവിധ ലോകരാജ്യങ്ങൾ. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അലി ഖമനേയി ഭരണത്തിനെതിരെ രംഗത്തെത്തി. തുടർച്ചയായ 5ാം ദിവസവും രാജ്യത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാർലിങ്കിന്റെ ഡിഷുകളും പോലീസ് കണ്ടുകെട്ടുന്നു. പ്രക്ഷോഭത്തിനിറങ്ങി നിരവധി പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, പ്രക്ഷോഭകരെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ഇപ്പോഴിതാ വിവിധ ലോകരാജ്യങ്ങളടക്കം സംഘടിക്കുകയാണ് ഇറാനെതിരെ. ഇനി എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും എന്ത് കണ്ടോ അത് തന്നെയാണ് ഇറാനിലും സംഭവിക്കുക എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അവിടെ. 37 പ്രവിശ്യകളിലായിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.